ശരിയാ, നമ്മള് ഒരു കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ വീഡിയോസ് ആണ്. സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിനെ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഈ നായനാർ സാറിന്റെ ഭാര്യയെ അദ്ദേഹം ഇങ്ങ് എടുത്തിരിക്കുകയാണ്. അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങ് എടുത്തിരിക്കുകയാണ്. അത് അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. ഞാനത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാനു. കാരണം നമ്മള് രാഷ്ട്രീയക്കാര് കണ്ടുപഠിക്കേണ്ട, നമ്മൾ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകാ പുരുഷൻ തന്നെയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് സിനിമാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ശത്രുക്കളുണ്ടാവും, എപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ആൾക്കാരെ സുഖിപ്പിച്ച് നിർത്തുന്ന, ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് തലോടുന്ന ആൾക്കാരൊക്കെ പുറകിലൂടെ വെറുതെ ഉടായ്പകൾ കാണിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നാട്ടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യസ്തനാണ് സുരേഷ് ഗോപി. അദ്ദേഹം മാധ്യമങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. കടക്ക് പുറത്തെന്ന് പറയുന്നതിന് അതേ കാരണമുണ്ട്, അല്ലാതെ പിണറായി സഖാവ് വരുന്ന പോലെ കടക്ക് പുറത്തെന്ന് പറയല്ല. സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ടാവും. സമയം തെറ്റിച്ചതിന് ഓട്ടോ കയറി പോയ മനുഷ്യനാണ്. സമയനിഷ്ഠ ഏത് പൊളിറ്റീഷ്യനാണ് നമ്മുടെ നാട്ടിൽ സമയബന്ധിതമായിട്ട് വരുന്നത്? എന്നും ജനങ്ങളെ, കുട്ടികളൊക്കെ ഒരു വെയിലത്ത് നിർത്തിയ സംഭവങ്ങൾ. എന്റെയൊക്കെ മോള് പഠിക്കുന്ന സ്കൂളിൽ വെറും എം എൽ എ ഞാൻ പറയുന്നത്, അതായത് ഏറ്റവും താഴേക്കൂടെയുള്ള ഒരു ഹൈറാർക്കി ആണല്ലോ, ഒരു ഗ്രേഡ് ആണല്ലോ എം എൽ എ എന്ന് പറയുന്നത്. ശേഷം മന്ത്രിയുണ്ട്, എം പി ഉണ്ട്. അവര് പോലും ഒരു സമയവും പാലിക്കാതെ, ഇവർ സമയം പാലിച്ചതിന് എല്ലാ പ്രോഗ്രാമുകളും കൃത്യമായ ഷെഡ്യൂളിലോടും. അവരുടെ സമയം താമസിപ്പിക്കും തോറുമാണ് പരിപാടികൾ കുറവായി പോകുന്നത്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകരമായിട്ട് എനിക്ക് ആ വാർത്ത തോന്നി. അദ്ദേഹം മറ്റേ ഒഫീഷ്യൽ വണ്ടി വരാഞ്ഞ് കാണാഞ്ഞിട്ട് ഒരു പ്രവേശത്ത് എന്തോ ഉണ്ടായിരുന്നു, ഒരു സമയക്രമം പാലിക്കാതിരുന്നതല്ല. പക്ഷെ അദ്ദേഹം ഓട്ടോ വിളിച്ച് കൃത്യമായ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്. അതും വിവാദമാക്കി. അദ്ദേഹത്തിന്റെ സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണ്ടേ? അതിൽ ഇന്നത്തെ ഈ ശാരദ ടീച്ചറുമായിട്ടുള്ള ഒരു വീഡിയോ കണ്ട് അവരാ സ്വന്തം അദ്ദേഹം അവാർഡിലൊക്കെ നിൽക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. അവരെ ചേർത്ത് പിടിച്ചിട്ട് കമ്പ്യൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. നായനാരുടെ വൈഫാന്ന് കമ്പ്യൂർ പൊന്നമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മകനാണ് സുരേഷ് എന്നാ പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞു പോകും. കാരണം ആ മകനോട്, ഒരു മകൻ ഒരു അമ്മയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഇതിലാണ് സുരേഷ് ഗോപി ആ മൈക്ക് ചരിച്ച് പിടിച്ചുകൊണ്ട് അത്രയും നേരം ആ ഒരു ആവേശത്തോടുകൂടി അവരത് സംസാരിക്കുമ്പോൾ, എൻ്റെ അടുത്ത് നിൽക്കുന്ന സുരേഷ് ഗോപി ആണെന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഒരു വളരെ പ്യുവറായിട്ടൊരു ജമ്മായിട്ടൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സുരേഷ് ഗോപിക്ക് കുഞ്ഞുങ്ങളോടും അമ്മമാരോടും സ്ത്രീകളോട് പൊതുവെ എനിക്കൊന്ന് പുള്ളിക്ക് വല്ലാത്തൊരു റെസ്പെക്ട് ആണ്, സ്നേഹമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര സ്നേഹമാണ്. എവിടെ കണ്ടാലും അദ്ദേഹത്തിന്റെ കോടീശ്വരൻ പരിപാടി അദ്ദേഹം ഹോസ്റ്റ് ചെയ്ത് അതിനകത്തൊക്കെ വരുന്ന ഗസ്റ്റുകളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് വാരിപ്പൊളിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഫ്ലോറിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ എന്റെ 100 ഉമ്മകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഒരു മികച്ച മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടല്ല അവിടെ നിന്നത്. അദ്ദേഹം ഒരു എം പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിട്ടോ അല്ലെങ്കിൽ ഒരു MLA ആയിട്ടോ ഒന്നും അല്ല അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അതൊരു നടനായിട്ട് പോലും അല്ല. അദ്ദേഹം ഒരു മകന്റെ സ്ഥാനത്ത് നിന്നൊരു മകൻ പ്രായമായ അമ്മയ്ക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് ആ മൈക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇത് പലരും കണ്ടുപഠിക്കേണ്ടതാണ്. വേറെ ഏത് സെലിബ്രിറ്റി ഏതെങ്കിലും ഒരാളെ ശരിയാക്കി ഇല്ല, പറയാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ എനിക്ക് എന്റെ എനിക്ക് ഇഷ്ടമുള്ള നടന്മാരിലൊരാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന്റെ സിനിമാ ഫീൽഡിലാണെങ്കിൽ പോലും പൊതുവെ നമ്മൾ ഇൻസൈഡ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏറ്റവും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഉള്ള, താൻ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയണ്ട എന്ന് കരുതുന്ന, ഒരു വിഷമം പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കൈയച്ച് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഇല്ലായ്മ കാലത്തും, അതിന് സിനിമ ഇല്ലാതെ കുറെ കാലം കാലൊക്കെ തളർന്നു കിടന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, സിനിമാ ഫീൽഡിൽ ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെ അപൂർവ നടന്മാരുടെ പേര് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. 1-2 പേര് മാത്രമാണ് സുരേഷ് ചേട്ടൻ എങ്ങനെ ഉണ്ട്. പിന്നീട് അദ്ദേഹം കുറെ കാലം അദ്ദേഹം ഗ്യാപ്പ് എടുത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് സിനിമ ഇങ്ങനെയാണെന്നും ഇന്ന ആൾക്കാരൊന്നും വിദ്വേഷിക്കുന്ന ആൾക്കാരല്ല, ഭൂരിഭാഗവും കാര്യം കാണാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നതാണെന്നും സ്നേഹം കാണിക്കുന്നതാണെന്നും മനസ്സിലായത്. അന്ന് അദ്ദേഹത്തിന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും കാശില്ലാതിരുന്ന, എനിക്കൊന്ന് പിന്നെ കറണ്ട് ബില്ല് എന്നന്ന് 15,000-20,000 വന്നത്. അതുപോലും അടയ്ക്കാൻ പറ്റാത്ത നിവർത്തികേട് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സിനിമയൊന്നും ഇല്ലാതിരുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ MP ആയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി ചെയ്യുന്ന സിനിമകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജനസേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിധിയായി മാറ്റി വെക്കും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റി. വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. മന്ത്രിമാരും ഒരേ സമയം എന്താ അഭിനേതാക്കളുമായിരിക്കും. എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിലെ മന്ത്രി, ഗതാഗത മന്ത്രി, പിന്നെ നമ്മുടെ MLA, വിവാദ നായകനായ MLA, അദ്ദേഹം സിനിമയിൽ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. MLA ആണ്.
ഇവരൊക്കെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ജനങ്ങൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. പക്ഷെ മന്ത്രിയായ സുരേഷ് ഗോപി കൊടുത്തു. കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം ഇപ്പം. അദ്ദേഹത്തിന് കൊടുക്കുക. അത് സുരേഷ് ഗോപിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം അങ്ങനൊരു മനുഷ്യനാണ്. അദ്ദേഹം ഞാൻ തൃശ്ശൂരിനെ അങ്ങ് എടുക്കുവാന്ന് പറഞ്ഞതിൻ്റെ പൂർണ്ണ അർത്ഥം കേരളത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തു എന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യിപ്പിക്കുമെന്നുള്ള. അദ്ദേഹത്തിന് അമിത്ഷായെ കണ്ടോ, മോദിജിയെ കണ്ടോ, പ്രധാനമന്ത്രിയെ കണ്ടോ ഒക്കെ അദ്ദേഹം ചെയ്യിപ്പിക്കും. അദ്ദേഹം കേരളത്തിന് വേണ്ടി തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിപ്പോൾ ഒരുപക്ഷെ ഈവൻ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ സഹായത്തിന്റെ കാര്യത്തിന് പോലും സുരേഷ് ഗോപി ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിനൊരു പവർ ഉണ്ടല്ലോ, ആ പവറിന്റെ അകത്തുനിന്നുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടാവും. പല കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കേന്ദ്രത്തെ കൊണ്ട് നടത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. പുറമേ പറയുമ്പം ഇപ്പോൾ റിയാസ് മന്ത്രി ഞാൻ ഇങ്ങനെ സാധനം ഇവിടെ വരും എന്നൊക്കെ റിയാസ് പറയുമ്പോഴും അതിന്റെ പിന്നിൽ കേന്ദ്രത്തിൽ നിന്നാണ് സഹായം വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൈ അതെന്തായാലും സുരേഷ് ഗോപിയുടെ തന്നെയായിരിക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തെ അദ്ദേഹം അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, കേരളീയരെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്. BJP ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സംഘി എന്ന് വിളിച്ച് അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പറ്റിയ പാർട്ടി BJP ആയിരിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം BJP, ഞാനൊരു സംഖ്യയല്ലെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ കുറെ കാര്യങ്ങൾ നാടിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാവണം സുരേഷ് ഗോപി അതിലേക്ക് മാറിയിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. BJPയിലേക്ക് അദ്ദേഹം പോയതിന്റെ കാരണം ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി, അതായത് ഒരു വാഗ്ദാനം ജനത്തിന് കൊടുക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാരേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരെ കൊണ്ടൊന്നും പറ്റിയല്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലേക്കാണ് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ, അതായത് രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നില്ല. ഒരു പക്ഷേ മേ ബി സുരേഷ് ഗോപി ഇതുപോലെ ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന മനുഷ്യനായതുകൊണ്ടാവും അദ്ദേഹം BJPയിലേക്ക് ചേക്കരുത്. BJPയിൽ ചേക്കരുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദാനം തൃശ്ശൂരിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിന് അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. മറിച്ച് നമുക്കിപ്പം ഒരു മന്ത്രിയായി ഞാൻ പറഞ്ഞൊന്നും കേൾക്കാത്ത, എൻ്റെ നാടിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു മന്ത്രിസഭയിലാണ് നമ്മൾ, അല്ലെങ്കിൽ മന്ത്രിയുടെ താഴെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സുരേഷ് ഗോപി ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു, അതുകൊണ്ടാവണം അദ്ദേഹം BJPയിലേക്ക് ചേക്കേറിയത്. അത് ഈ സ്റ്റേജിൽ നിൽക്കുന്ന വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നായനാരുടെ ഭാര്യ അല്ലെങ്കിൽ അവർ വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, ഇദ്ദേഹം മറ്റൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ആഫ്റ്റർ ഓൾ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ബേസിസിൽ അല്ല. ശാരദ ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയം വെച്ച് നിങ്ങൾ ഞങ്ങളെ നോക്കരുത്, ഞങ്ങളിവിടെ ഒരു അമ്മയും മകനും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ രണ്ട് മനുഷ്യരായിട്ടാണ് നിൽക്കുന്നത്, ആ രീതിയിലാണ് നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് എന്ന് പറയുന്നത്. അതെ, കാരണം നമ്മൾ അഖണ്ഡ ഭാരതീയരാണ്. നമ്മുടെ ഏതെല്ലാം പൊളിറ്റിക്കൽ പാർട്ടികളിൽ നമ്മൾ വർക്ക് ചെയ്താലും നമ്മൾ അതിനൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ ഇന്ത്യൻസ്, വി ആർ ഓൾ കേരളൈസ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം മലയാളികളാണ്. ഇപ്പം സുരേഷ് ഗോപി മലയാളിയാണ്, ശാരദ ടീച്ചർ മലയാളിയാണ്. രണ്ടുപേരും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അദ്ദേഹം കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ഒരാളുടെ വൈഫ് ശാരദ നായനാരുടെ വൈഫ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ കേരളം കണ്ട നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു സിനിമാ നടനും, അതോടൊപ്പം ഇപ്പോൾ നല്ലൊരു മന്ത്രിയുമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ഒരു ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ അവരൊക്കെ ഒരു രാഷ്ട്രീയത്തിന് മൂടുപടങ്ങളില്ല, സിനിമയുടെ മൂടുപടമോ ജാടയോ ഒന്നുമില്ല. അവിടെ തികച്ചും വളരെ നമുക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന വളരെ നല്ല മുഹൂർത്തങ്ങളാണ് ഇന്ന് ആ സ്റ്റേജിൽ. ഇതൊക്കെ നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും കണ്ടുപിടിക്കേണ്ട ഒരു സ്വഭാവ പ്രകടനം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെയൊക്കെ ചേർത്ത് നിർത്താൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ നമുക്കറിയാം, സരിന്റെ വിഷയം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ വേദിയിൽ കണ്ടിട്ട് വർഷങ്ങളോളം ഒരുമിച്ച് വർക്ക് ചെയ്ത പാർട്ടിക്കാരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും സരിനും ഒരേ വേദിയിൽ കണ്ടിട്ട് ഒരു മോഹൻ തിരിച്ചു നടക്കുന്നു. അപ്പോൾ അതേ സമയത്ത് രണ്ട് വർഗ ശത്രുക്കളായിട്ടുള്ള പാർട്ടികൾ, കമ്മ്യൂണിസവും BJPയും, അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തിനു കെട്ടിപ്പിടിക്കണം? വേണമെങ്കിൽ സുരേഷ് ഗോപി ചിന്തിക്കാം, ഞാനൊരു മന്ത്രിയല്ലേ, ഇവരെന്തിനാ ഞാൻ പോയി കെട്ടിപ്പിടിക്കുന്നത്? ശാരദ ടീച്ചർ ചിന്തിക്കാം, ഞാൻ നായനാരുടെ ഭാര്യ, ഞാനെന്തിന് ഇവനെയൊക്കെ നോക്കാം, ഇവനൊക്കെ ഉടായിപ്പ എന്ന് ചിന്തിച്ചുകൂടെ? അവരത് ചിന്തിച്ചു. അതാണ് അവരുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവർ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ PR വർക്കിന് വേണ്ടി ചെയ്യുന്നതും ആണോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എന്റെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ മൂല്യച്യുതി എന്ന് പറഞ്ഞാണല്ലോ വെറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കമന്റ്സ് ഞാൻ സത്യത്തിൽ ആ ക്ലിപ്പിലെ കമന്റ്സ് വെച്ചിട്ട് എനിക്ക് സത്യത്തിൽ വിഷമം തോന്നിപ്പോയി. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണെന്നൊരു ബഹുമാനം പോലും കൊടുക്കാതെ. വേണ്ട, അവരെന്ത് പാർട്ടിയാണ്, ഒരു അമ്മുമ്മയുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ പ്രായം ഉണ്ടാവും ഈ കമന്റേറ്റർമാർക്കൊക്കെ. നീ സംഘീയടയ്ക്ക് എന്നാടി നീ കയറ്റി എന്താണ് വീട്ടിൽ കയറ്റുന്നത്? നായനാർ ജീവിച്ചിരുന്നെങ്കിൽ നീ ഇതൊക്കെ സമ്മതിച്ചു, വർഗീയവാദി വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ശാരദക്കുട്ടി പിന്നെ കണ്ണില്ലേ എന്തോ ഇവർക്ക് എന്താ കണ്ണില്ല? ഇവരെന്തൊരു സ്ത്രീയാണ് ഇത് കമ്മ്യൂണിസ്റ്റത്തെ പറയിപ്പിക്കാൻ നടത്തും? എന്തൊക്കെ ഇവരവിടെ നിൽക്കുന്ന രീതിയോ അതല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ പറ്റാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിന്തിക്കാൻ പറ്റും, അതിനകത്ത് മലയാളികൾക്ക് പറ്റും എന്നുള്ളതാണ് നമുക്ക് കമന്റ് സെക്ഷൻ കാണുന്നത്.
അതിനകത്ത് കണ്ടു ശാരദ ടീച്ചർ എന്താണ് ഇങ്ങനെയുള്ളവരൊന്നും കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ജീവിതം എത്രയോ കണ്ടവർ, എത്രയോ രാഷ്ട്രീയ കോലാഹലങ്ങൾ കണ്ട ആൾക്കാർ, അവരുടെ അവര് നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശനമില്ലെങ്കിൽ അവരുടെ ഭർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് എത്രയോ രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ ചൂടൻ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ശത്രുതയ്ക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചൊരു സ്ത്രീയാണ് ശാരദ ടീച്ചർ നായനാർ സമയത്ത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇവരൊക്കെ കണ്ടത് എത്രയോ ഓണം കൂടുതലുണ്ടവരാണ്. സത്യത്തിൽ പുച്ഛം തോന്നുന്നു മലയാളികളോട്. ഒരു നല്ലത് കണ്ടാൽ അത് അംഗീകരിക്കേണ്ടതിന് പകരം അവിടെ പാർട്ടി വെച്ച് അതിനെ സോഷ്യൽ മീഡിയയിൽ പിന്നെ വെറും വൃത്തികെട്ട രീതിയിൽ അതിലെ പിന്നെ പരത്തുക എന്നുള്ളതൊരു വിനോദമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് മലയാളികൾ. അതിപ്പോൾ സുരേഷ് ഗോപി ആയാലും ഇനി മോദി ആയാലും ഈ പറയുന്ന ശാരദ ടീച്ചർ ആയാലും ശൈലജ ടീച്ചർ ആയാലും ആരും ചെയ്യുന്ന നന്മകളൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് കമന്റ് ഇടുക, വൃത്തിയായിട്ട കമന്റുകൾ കണ്ട ആനന്ദം. ഇതിന് ഒരുതരം ടൈപ്പ് ഓഫ് സൈക്കോപാത്തായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരള ജനതയെന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കമന്റ് തൊഴിലാളികളുണ്ട്, അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇനി ആരൊക്കെ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ നന്മ ഒരിക്കലും മരിക്കുകയില്ല. മനുഷ്യന്റെ ബോധം നശിക്കാത്ത ആൾക്കാർ, പൊളിറ്റീഷ്യന്മാരും സുരേഷ് ഗോപി പോലുള്ള പൊളിറ്റീഷ്യന്മാരും ശാരദ ടീച്ചർ പോലുള്ള നല്ല അമ്മമാരും ഇവിടെ ഉണ്ടാകും തീർച്ചയായിട്ടും. ഇനിയും അതൊക്കെ കണ്ട് നമ്മുടെ പുതുതലമുറ അതൊക്കെ കണ്ടു പഠിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.